ഇത് കഴിഞ്ഞ ദിവസം കോന്നിയിൽ ആന പരിശീലന കേന്ദ്രത്തിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണേ. ഈ ആനകൾക്ക് മതപ്പാടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും നോക്കൂ. ഈ ആന കൊമ്പനാനയാണ്. ഇത് ഒരേ ആട്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല കുലുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കൈ ഇങ്ങനെ വട്ടം കറക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി. ആ സമയത്തെല്ലാം ആശാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഞങ്ങളോട്, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എടുത്തെറിയും, പുല്ലിൻ്റെ ഈ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ എടുത്തെറിയാൻ സാധ്യതയുണ്ടെന്ന് പറയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് നിന്നത്. അങ്ങനെ എറിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ കുറച്ച് പുല്ലൊക്കെ കിടക്കുന്നത്. അങ്ങനെ വന്ന് എറിഞ്ഞായിരിക്കാം അവർ. പക്ഷേ എന്തായാലും ആളിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കണ്ണിൽ ഭയങ്കര ഒരു ക്രൂരത ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലൊന്ന് മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ കോന്നിയിൽ ആന പരിശീലന കേന്ദ്രത്തിൽ. ഞങ്ങൾ ചെന്നപ്പോൾ വൈകുന്നേരമായി. ആ സമയത്ത് കണ്ടതാണത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പിടിയാനകളുണ്ട്. ആ പിടിയാനകളും ഇതേപോലെ തന്നെയാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതൊരു സ്ഥലത്ത് നിൽക്കുമല്ലേ ഇന്ന്. അതിങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടാണോ അറിയില്ല, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന പാപ്പാന്മാർ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. കാരണം അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പല ആനത്താവളങ്ങളിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. കാരണം വെച്ചാൽ നല്ല വൃത്തിയിൽ ആനകളെ സൂക്ഷിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും മുൻപൊക്കെ കണ്ട അനുഭവങ്ങൾ വൃത്തിയില്ലാതെ ഇങ്ങനെ കാണാം. അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന ചെളിയിലും ഒക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ അവിടെ പറയേണ്ട ഒരു സംഭവം വെച്ചാൽ, ഇപ്പോൾ ടോയ്ലറ്റ്, നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്, ആളുകൾക്ക് വിസിറ്റേഴ്സിന് പോകാനുള്ള ടോയ്ലറ്റൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും പോയി കഴിഞ്ഞാൽ കൂടുതലും അറിയാമല്ലോ, പബ്ലിക് കയറി വരുന്ന എല്ലാത്തരം ഭയങ്കര മോശമായിരിക്കും, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. എന്തെങ്കിലും കോന്നി വഴി പോകുന്നവരൊന്ന് കയറി കണ്ടോളൂ കേട്ടോ.